സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര. വടകര അപ്പോളോ ജ്വല്ലറി നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ള സംഖ്യ പ്രോഫിറ്റ് കമ്പനിയാക്കി തിരിച്ചു നൽകി തുടങ്ങിയെന്ന് വടകര ടൗൺ വാട്സപ്പ് കൂട്ടായ്മ അറിയിച്ചു. വടകരയിലെ 36 അംഗങ്ങൾക്കും മറ്റ് സ്ഥലങ്ങളിലെ 70ഓളം പേർക്കുമാണ് നൽകിയതെന്ന് ടൗൺ വാട്സപ്പ് കൂട്ടായ്മ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ വടകരയിലെ അപ്പോളോ ജ്വല്ലറി അടഞ്ഞു കിടക്കുന്ന കാര്യം നേരത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടി നിങ്ങളെ അറിയിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഏറ്റെടുത്തതിന് ശേഷം ഏതാണ്ട് ഒരു 35 ആളുകൾക്ക് അവരുടെ നിക്ഷേപ സംഖ്യയായി കിട്ടാനുള്ളൊരു സാഹചര്യം ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മലാപ്പറമ്പിലുള്ള ഒരു 10 സെൻറ്റ് സ്ഥലമാണ്. ഏതാണ്ട് 100ഓളം ആൾക്ക് 7 കോടി രൂപ വില നിശ്ചയിച്ചുകൊണ്ട് അവിടെ 1.5 കൊല്ലം കൊണ്ട് ബില്ലിംഗ് എടുത്ത് കൊടുത്ത് അതിൻ്റെ ഷെയർ ഓഫ് പെറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചത്. ബാക്കി വരുന്ന ആളുകൾക്ക് ഇനിയും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ തന്നെ വർഗ പെറ്റ് കൊടുക്കാൻ വേണ്ടി, പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഉടമയുമായി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടുവിൽ റീഗലായിട്ട് നിന്ന് അഡ്വക്കേറ്റ് ജലീലിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നടന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ട് ഇവിടെ റീഗൽ അഡ്വൈസറായിട്ട് നിൽപ്പിച്ചതാണ് ആ കമ്പനിൻ്റെ. പിന്നെ ഇതിൻ്റെ പുറമെ ഇവിടെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വെച്ചാൽ പില്ലാപ്പള്ളി മേഖലയിൽ ഒരു സമരസമിതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അപ്പോളയിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരിപ്പോൾ നാളെ ഡെമോറയിൽ സ്ഥാപനത്തിൻ്റെ മുമ്പിലേക്ക് സമരം നടത്തുന്ന പറഞ്ഞു. ആ ഡെമോറയിൽ മൂസാജിയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് അതിൻ്റെ ഹൈക്കോടതിൻ്റെ പകർപ്പിൻ്റെ കോപ്പിയാണ് അതിൻ്റെ പിൻവശത്തുള്ളത്. ആ സ്ഥാപനത്തിൽ സമരം ചെയ്തുകൊണ്ട് അപ്പോൾ നിക്ഷേപിച്ചവർക്ക് പണം കിട്ടുമെന്നുള്ള യാതൊരു നിശ്ചയമില്ല. ഇപ്പം വൻകിട സംഖ്യ 25 ലക്ഷത്തിൻ്റെ മേലെ ഉള്ള ചില ആളുകളാണ് അതിൻ്റെ താല്പര്യത്തുള്ളത്. അവരെ പൈസ എങ്കിലും വടിയാക്കാൻ കുറെ ചെറുകിടക്കാരെ പിടിച്ചുകൊണ്ട് ഒരു സമരസമിതി ഉണ്ടാക്കി എന്നല്ലാതെ ഇത് ഒരു പ്രദർശനമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. ഇതുവരെ ഇതിൻ്റെ ഉടമയായിട്ടോ എല്ലാം മറ്റു ബന്ധപ്പെട്ടവരായിട്ടോ ആരുമായി അവർ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ മൂസാജിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മൂസാജിൻ്റെ സഹോദരൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ മുക്താർ അയച്ചുകൊണ്ട് എംബസി മുഖാന്തരം അദ്ദേഹമാണ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച എഗ്രിമെൻറ്റ് കോപ്പിയാണ് ഇന്നലെയാണ് കിട്ടി. അതാണ് ഇത്ര വിളിച്ചത്. അതിൽ 35 ആൾ മാത്രമാണ് ഈ ബിൽഡിംഗ് പാർട്ണർഷിപ്പിൽ തയ്യാറായിട്ടുള്ളത്. ബാക്കി വരുന്ന ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട 75ഓളം ആളുകൾ ഇനിയുണ്ട്. അവർ ഇതുപോലെ തന്നെ പ്രോഫിറ്റ് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭീമമായ പൈസ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളായിട്ട് യോജിച്ചു പോകാത്തത്. വയനാടൊക്കെ 10,000 രൂപ 20,000 രൂപ സെന്റിന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അതൊന്നും കൂടി കുറച്ച് കിട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉടമയുമായി ബന്ധപ്പെട്ട് ജലീൽ വക്കീലും മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു 35 ആൾക്ക് ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ പാർട്ട്ണർഷിപ്പ് കൂടാൻ നമ്മളെ മെമ്പർമാരുടെ യോഗം വിളിച്ചു കൂട്ടി അവർ തയ്യാറായ 35 ആളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ എഗ്രിമെൻറ്റ് കിട്ടി. അടുത്ത മാസം അത് രജിസ്റ്ററാക്കി, സ്ഥലം രജിസ്റ്ററാക്കി 1.5 വർഷം കൊണ്ട് അവിടെ ബിൽഡിംഗ് അവരെടുക്കും. അതിൻ്റെ ഓരോ സംഖ്യക്ക് കണക്കായിട്ടുള്ള പാർട്ട്ണർഷിപ്പാണ് അവർക്ക് കൊടുക്കുക. അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രസിഡന്റ് KN അമീർ, ഖജാൻജി ഷമീം, ജനറൽ സെക്രട്ടറി ഫിർദൌസ്, സമരസമിതി അംഗം സഫിയ, സെക്രട്ടറി വിനീഷ് TT എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.